ഹായ് ഹലോ നമസ്കാരം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യെസ് ടു പോസിറ്റീവ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പെപ്പിനെ പറ്റിയാണ്, അതായത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫിലാക്സിസ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്തിട്ടുണ്ട്. നമ്മളാണ് മലയാളത്തിൽ ആദ്യമായിട്ട് പ്രെപ്പിനെ പറ്റിയൊക്കെയുള്ള മെഡിസിൻസിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബ് വഴി അറിയിച്ചിരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള, അതായത് 2016 കാലഘട്ടത്തിലുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെപ്പ് എത്രമാത്രം എഫക്റ്റീവാണ്, അതുപോലെ പെപ്പ് ഫെയിൽ ആവാനായിട്ടുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്. പെപ്പാണ് PEP ഫെയിൽ ആവാനായിട്ടുള്ള ചാൻസുകൾ എന്തൊക്കെയാണ്. പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മൾ ഒരു അൺസേഫ് കോൺടാക്റ്റ് ഉണ്ടായി, അല്ലെങ്കിൽ കോണ്ടം ബ്രേക്കായി, മറിച്ച് ആടെ കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കോളുകൾ അല്ലെങ്കിൽ ധാരാളം ചാറ്റുകളൊക്കെ നമുക്ക് വരാറുണ്ട്. ഞാൻ പെപ്പ് എടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആളുകളും പെപ്പിൻ്റെ വില കേൾക്കുമ്പോൾ തന്നെ പിന്നെ ആ ഒരു ചാറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ HIV അല്ലെങ്കിൽ STDs, അതുപോലെ സ്കിന്നിൻ്റെയൊക്കെ ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ വളരെ 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 കോസ്റ്റ്ലിയാണ്. പ്രത്യേകിച്ച് പ്രൈവറ്റിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ സേഫായിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. പെപ്പ് ഓൾവേസ് കോസ്റ്റ്ലിയാണ്. പ്രെപ്പ് HIV ട്രീറ്റ്മെൻറ്റ്, അഡ്വാൻസ് HIV ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത HIV ട്രീറ്റ്മെൻറ്റ്, ഇതെല്ലാം കോസ്റ്റ്ലിയാണ്. നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഇതിനകത്തുള്ള ടെസ്റ്റിങ്ങുകൾ വരെ, അതായത് വൈറൽ ലോഡ് ടെസ്റ്റിൻ്റെയൊക്കെ റേറ്റ് നിങ്ങൾ നാട്ടിലൊന്നും ചോദിച്ചാൽ അറിയാം എത്രമാത്രം റേറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുക. പിന്നെ പെപ്പ് ആവശ്യപ്പെട്ടിട്ട് പല ആളുകളും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പലരോടും നമ്മൾ ഫസ്റ്റ് റിസ്ക് അനലൈസിങ് അറ്റൻഡ് ചെയ്യണം. റിസ്ക് അനലൈസ് ചെയ്യുമ്പം മിക്കവാറും കേസുകളിൽ ഒരു 80% കേസുകൾക്കും പെപ്പ് ആവശ്യമില്ലാണ്ടായിരിക്കും വരിക. അപ്പോഴത്തേക്കും നമ്മൾ അവരോട് പറയുമ്പോഴത്തേക്കും അവർക്കത്, ചില ആളുകൾ പൂർണ്ണ മനസ്സോടുകൂടി ആക്സെപ്റ്റ് ചെയ്യും, ചില ആളുകൾ വേണ്ട, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ അത് കഴിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് തന്നെ ബലം പിടിച്ച് മരുന്ന് നമ്മളോട് തന്നെ ആവശ്യപ്പെടുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെ 2 തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞങ്ങളെ വിളിക്കുന്ന ആളുകളുടെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് ഉറപ്പുവരുത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു റിസ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോട് പെപ്പ് കഴിക്കുക തന്നെ ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെടുക. അല്ലാതെയുള്ള കേസുകളിൽ, ഒരു കാര്യവുമില്ലാത്ത കേസുകളിൽ ഞങ്ങൾ അവോയ്ഡ് ചെയ്യും. ഇനി ഇത് മേടിക്കുന്ന ആളുകളാണെങ്കിൽ മേടിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ വീണ്ടും കോൺടാക്ട് ചെയ്യും. അത് ഇന്ന് ഒരു അരമണിക്കൂർ വൈകിപ്പോയി, അല്ലെങ്കിൽ 1 മണിക്കൂർ വൈകിപ്പോയി, ഇതുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ മദ്യപിച്ചുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ, ഞാൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് പല ആളുകളും പിന്നീടുള്ള ഡൗട്ടുകൾ പെപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയ ശേഷമുള്ളത്. അപ്പം ഏതൊക്കെ സിറ്റുവേഷനിലാണ് പെപ്പ് നമുക്ക് ഫെയിലിയർ ആവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്, പെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്രൊട്ടക്റ്റഡ് കോണ്ടാക്റ്റ് ഉണ്ടായി സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വിതിൻ 72 hours സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു മെഡിസിനാണ് പെപ്പ് എന്ന് പറയുന്നത്. അടുത്ത 28 ദിവസത്തേക്കാണ് ഇത് നമ്മൾ കുറിച്ച് തരിക. കഴിവതും നിങ്ങൾ ആ കൃത്യമായിട്ടുള്ള സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതായത് പെപ്പ് എന്ന് പറയുന്ന മെഡിസിൻ 24 മണിക്കൂറത്തേക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് രാവിലെ 8 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ രാവിലെ 8 മണിക്ക് കഴിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ 28 ദിവസമാണ് ഈ മരുന്ന് കഴിക്കേണ്ടത്. അതേമാതിരി തന്നെ ഈ മെഡിസിൻ, ഇത് പല കോമ്പിനേഷൻസിൽ പെപ്പ് അവൈലബിൾ ആണ്. അപ്പം ചില കോമ്പിനേഷനിൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് പറയും നിങ്ങൾക്ക് മദ്യപാനം പാടില്ല, കാരണം അതിനകത്തുള്ള ചില കെമിക്കലുകളും നമ്മുടെ ആൽക്കഹോളിൻ്റെ അകത്തുള്ള ചില കണ്ടൻറ്റുകളും ചേരില്ല, അതുകൊണ്ട് മെഡിസിൻ വർക്കാവില്ല. അപ്പോൾ അവിടെ ഒരു ഫെയിലിയർ ആവാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ. പിന്നെ ചില മനുഷ്യർക്ക് അലർജി ഉണ്ട്. നമ്മളിപ്പം എല്ലാ മരുന്നുകളും 100% പെർഫെക്റ്റ് അല്ലേ, എല്ലാ ഡോക്ടേഴ്സും 100% പെർഫെക്റ്റ് അല്ലേ, എല്ലാ ഇതിനെപ്പറ്റി പറയുന്നവരും 100% പെർഫെക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരാൾക്കും മരുന്ന് കൊടുക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് അൺഫോർച്ചുനേറ്റ്ലി ചില ഇമ്മ്യൂണിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, അവർക്ക് ഈ മരുന്ന് വർക്കാവത്തില്ല. അല്ലെങ്കിൽ ചില ഹെവി അലർജിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവർക്കിത് തുടരാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഇത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ വന്നേക്കാം. അതല്ലാത്ത രീതിയിൽ കൃത്യമായിട്ട് പെപ്പ് എടുത്തു, പെപ്പ് കൃത്യ സമയത്ത് തന്നെ കഴിക്കുന്നു, 28 ദിവസത്തേക്ക് നമ്മൾ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ യാതൊരു വിധത്തിലും
നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെപ്പ് 101% നിങ്ങളുടെ ബോഡിയിൽ വർക്ക് ചെയ്യും. അത് തുടക്ക സമയത്തൊക്കെ 2016, 17, 18 കാലഘട്ടങ്ങളിലൊക്കെ 94% ആയിരുന്നു എഫിക്കൻസി പറഞ്ഞുകൊണ്ടിരുന്നത് പെപ്പിൻ്റെ. നേരെ മറിച്ച് ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷങ്ങളായിട്ട് WHO 100% ഇതിൻ്റെ ഫലപ്രാപ്തി പറയുന്നത്. 100%, 99.99 അല്ല, 100% ഇതിൻ്റെ ഫലപ്രാപ്തി പറയുന്നത്. സോ തികച്ചും സേഫായിട്ടുള്ള, തികച്ചും നമുക്ക് റിസ്ക് ഉണ്ടായെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു മെഡിസിനാണ് പെപ്പ്. ദയവായിട്ട് അതിൻ്റെ കൂടെ മറ്റ് കെമിക്കൽസ്, അതായത് യങ് ജനറേഷനോടാണ് ഞാൻ പറയുന്നത്, മറ്റ് കെമിക്കൽസും കൂടെ കലർത്തി, അതെന്ത് തരത്തിലുള്ള കെമിക്കലാണെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ, അതും കലർത്തി കഴിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫലമൊന്നും കിട്ടില്ല. കാരണം പല ക്ലയൻസും നമ്മളോട് പച്ചയ്ക്ക് തന്നെ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്, സാർ ഇതെടുക്കുമ്പോൾ ഇതെടുക്കാവോ. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ദയവ് ചെയ്തിട്ട് അങ്ങനെയുള്ള കെമിക്കൽസൊക്കെ കലർത്തി ഇത് കഴിക്കാതിരിക്കുക. ഇത് പ്രോപ്പറായിട്ട് കഴിക്കുക. കഴിവതും പെപ്പ ഒഴിവാക്കുക. നിങ്ങൾ ഒരു റിസ്കിലോട്ട് പോകുമ്പോൾ കോണ്ടം മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കോണ്ടം നമ്മളെ ഒരുമാതിരിപ്പെട്ട STDസിനോട് നമ്മളെ രക്ഷിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, പെപ്പും പ്രപ്പുമൊക്കെ HIV വൈറസിനെ മാത്രമേ പ്രതിരോധിക്കുകയുള്ളൂ. അതല്ലാതെ നിരവധി STDs ഉണ്ട്, സിഫിലിസ്, HPV, ഇങ്ങനെ നിരവധി STDs ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കുക. ചുമ്മാ ചാടിക്കേറി തൊടുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ പെപ്പ് വാങ്ങിച്ച് കഴിക്കാനായിട്ടുള്ള ആ ഒരു ടെൻഡൻസി ദയവ് ചെയ്തിട്ട് ഒഴിവാക്കുക കേട്ടോ.